പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യഗ്രഹങ്ങളാണ്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ, ഭൃഗുപുത്രനായ ഭാർഗവൻ. ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകൻ. അപലാഭോഗയാനാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപല സ്ത്രീ, ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ, മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ്. മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും, ആഭരണങ്ങൾ, സമ്പത്തുകൾ, കിടക്ക, ഉപകരണങ്ങൾ, കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക സുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത്, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രന് നീചസ്ഥിതിയായിരുന്നു. ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ്. കന്നി 27-നാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു. അതേ രീതിയിൽ മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു. ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം, തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു. അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ, സ്വന്തം തറവാട്ടിൽ, മൂലം ക്ഷേത്രത്തിൽ വരികയാണ്. 1200 കന്നിമാസം 2-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് മേടം രാശി മുതൽ 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം. അടുത്തതായി മീനം രാശി. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു മീനം രാശി. പിന്നെ മീനം രാശിക്കാർക്ക് ശുക്രൻ 3-8 ഭാവാധിപത്യത്തോടുകൂടി അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. ആ ഗ്രഹം അഷ്ടമത്തിൽ വളരെയധികം പ്രബലമാണ്. ദുർബലമാണെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും, പക്ഷേ പ്രബലമാണ്. ഇവിടെ മീനം രാശിക്കാർക്ക് ശുക്രൻ 3-ാം ഭാവാധിപനാണ്. സഹായികൾ, സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ അതൃപ്തി നേടാതെ നോക്കണം. ഇവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, വളരെയധികം ശ്രദ്ധിക്കുക. 8-ലെ ശുക്രൻ ഔഷധ വിഷയത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യും. മെഡിക്കൽ സ്റ്റുഡൻസിന്, അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ 8-ലെ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. 8-ൽ ചന്ദ്രൻ വന്നാലും ശുക്രൻ വന്നാലും പുതുതായി ആശുപത്രി ആരംഭിക്കുന്നവർക്ക് ധാരാളം തങ്ങളുടെ സാധന സാമഗ്രികൾ സജ്ജീകരിച്ച് അതിലൂടെ നല്ലൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നല്ല ചികിത്സകനെന്ന പേര് സമ്പാദിക്കുവാൻ വളരെ അനുകൂലമായ സമയമാകുന്നു. ഡയാലിസിസ് അല്ലെങ്കിൽ ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് ശാരീരികമായി ഈ ശുക്രൻ പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ ഷുഗറിൻ്റെയൊക്കെ വേരിയേഷൻ ധാരാളം വരും, അല്ലെങ്കിൽ ഡയാലിസിസിൻ്റെ ബുദ്ധിമുട്ടുകൾ ധാരാളം വരുന്ന സമയമാകുന്നു 24 ദിവസം. മഠാദ്യാലയ സമ്പത്തിമപി കുര്യ ശുഭോത്രക, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്, ഇതിനൊക്കെ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായും മീനൻ രാശിക്കാർ ഈ ഒരു അവസരം ഉപയോഗിക്കണം. 8-ൽ പാപഗ്രഹങ്ങൾ വന്നാൽ മഠങ്ങൾ കൊണ്ട്, ട്രസ്റ്റുകൾ കൊണ്ട് അപവാദങ്ങളാണ് ഉണ്ടാവുക. ഇവിടെ 8-ൽ ശുഭഗ്രഹമാണ്. അതിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ലഭിക്കുന്നതാണ്. അതിനാൽ അതിൻ്റെ ഒരു ഭാഗമാകുക ഈ 24 ദിവസം. അതിലൂടെ ധാരാളം പുണ്യം ലഭിക്കട്ടെ. ദേവീക്ഷേത്രങ്ങൾ സന്ദർശനം എല്ലാ വെള്ളിയാഴ്ചയും നടത്തുക. ഈ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. അതേ രീതിയിൽ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട നാളികേരം ഉടച്ച് ഗണപതി ഹോമമൊക്കെ ചെയ്ത് മീനൻ രാശിക്കാർ ഈ ശുക്രൻ്റെ അഷ്ടമഭാവത്തിലുള്ള ചെറിയ ചെറിയ അനിഷ്ടതകളെ പരിഹരിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ 24 ദിവസം ഒരു ശോഭനമായ ശുക്രൻ്റെ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭൗതിക സുഖത്തിന് ഉതകുന്നതായ പൂർണ്ണതകൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.